നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് ബ്രസീൽ കളിക്കാൻ ഇറങ്ങിയാണ്. ഇന്ന് രാത്രിയാണ് ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ബ്രസീൽ മൊറോക്കോയെ നേരിടുന്നത്. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ 3:30 ബ്രസീലിൻ്റെ ആദ്യ മത്സരം. ഇന്നലെ കാർലോ ആഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടു. എല്ലാവരും കാത്തിരുന്നത് നെയ്മറുടെ അപ്ഡേറ്റ് എന്തു പറയും എന്നുള്ളതാണ്. ആഞ്ചലോട്ടി വളരെ കൃത്യമായിട്ട് നെയ്മറുടെ കാര്യത്തിൽ വിശദീകരണം തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് തിരികെ ആ ഒരു ഫിറ്റ്നസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത ആഴ്ച നെയ്മർ ജൂനിയർക്ക് ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമെന്നാണ്. യെസ്, നമ്മൾ ഇന്നലെ അർദ്ധരാത്രിയോട് അടുത്ത സമയത്ത് ഒരു 11 മണിക്ക് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ബ്രസീലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നെയ്മർ ജൂനിയർ ഫിറ്റായി വരുന്നുണ്ട്. അടുത്ത ആഴ്ചയോടുകൂടി അദ്ദേഹം ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നു. അത് തന്നെ കാർലോ ആഞ്ചലോട്ടി അതിന് ശേഷം ഇതാ പ്രസ് കോൺഫറൻസിൽ കൺഫേം ചെയ്തിരിക്കുന്നു. ഹി ഈസ് വർക്കിംഗ് ഹാർഡ് ടു ഗെറ്റ് ഇൻ ഷേപ്പ്. ദി എക്സ്പെക്ടേഷൻ ഈസ് ദാറ്റ് ഹി ക്യാൻ ബി വിത്ത് ദി ഗ്രൂപ്പ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ചയോടുകൂടി അദ്ദേഹം ഗ്രൂപ്പ് ട്രെയിനിലേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നെയ്മർ ജൂനിയർ നമ്മൾ ടീമിലേക്ക് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അൺക്വസ്റ്റനബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് മാത്രം വെച്ചിട്ടല്ല സ്ക്വാഡിലേക്ക് എടുത്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അത് ഇവിടുത്തെ യുവതാരങ്ങൾക്ക്, ഈ ടീമിലെ മറ്റ് താരങ്ങൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ നെയ്മറെ എടുത്തത് എന്നുകൂടി കോച്ച് പറയുന്നു. അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. നെയ്മറെ കൊണ്ടുവന്നത് അദ്ദേഹം കിടിലൻ പ്ലെയറാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അതോടൊപ്പം തന്നെ നെയ്മറുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പല താരങ്ങൾക്കും നെയ്മർ ഐഡലാണ്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ടീമിന് ഗുണം ചെയ്യും. അതുകൂടി പരിഗണിച്ചാണ് താരത്തെ സ്ക്വാഡിലേക്ക് എടുത്തത് എന്ന് തന്നെ കോച്ച് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് പറയുന്നു. ഏതായാലും നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ളൊരു പുതിയ MRI എടുത്ത് അദ്ദേഹം ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് എന്ന് തന്നെ കാണിക്കുന്നു. പക്ഷേ സ്റ്റിൽ അദ്ദേഹം ട്രെയിനിങ് നടത്താൻ റെഡി ആയിട്ടില്ല. പക്ഷേ അടുത്ത ആഴ്ചയോടുകൂടി, നെക്സ്റ്റ് വീക്കോടുകൂടി അദ്ദേഹം ഇതാ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങും എന്നാണ് കാർലോ ആഞ്ചലോട്ടി അപ്ഡേറ്റ് തന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം, നെയ്മർ ജൂനിയർ ഇനി ബ്രസീൽ ടീമിൽ നിന്ന് പുറത്താവില്ല. ഈ വേൾഡ് കപ്പിനുള്ള ബ്രസീൽ ടീമിൽ നിന്ന് ഇനി പരിക്കെന്ന് പറഞ്ഞ് നെയ്മർ പുറത്താവില്ല. അത് ഉറപ്പിച്ചു. അദ്ദേഹം ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ചോദിച്ചാൽ, ബ്രസീലിന് ഇനി ഒരു താരത്തെയും മാറ്റാൻ പറ്റില്ല. പരിക്കാണെങ്കിലും മാറ്റാൻ പറ്റില്ല. അതിൻ്റെ സമയം കഴിഞ്ഞു. അതായത് ഒരു ടീമിന് അവരുടെ ആദ്യ മത്സരത്തിന് 24 മണിക്കൂർ മുമ്പ് വരെ മാത്രമേ താരങ്ങളെ മാറ്റാൻ പറ്റുകയുള്ളൂ. ബ്രസീലിന് അതിനുള്ള സമയം ഇന്ന് പുലർച്ചെ 3:30 കഴിഞ്ഞു. അതായത് ബ്രസീലിയൻ സമയം വൈകിട്ട് 7 മണിയോടുകൂടി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ 3:30 ബ്രസീലിന് താരങ്ങളെ മാറ്റാനുള്ള സമയം കഴിഞ്ഞു. അതുകൊണ്ട് നെയ്മർ ജൂനിയർ ബ്രസീൽ ടീമിൽ സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞു. ഇനി മാറ്റമുണ്ടാവില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.